അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വച്ചോടാ, കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്തു വച്ചോടാ. അത് വെറും ഒരു മുദ്രാവാക്യമല്ല, ഒരു സമര പ്രഖ്യാപനവും ഒരു വെല്ലുവിളിയും കൂടിയാണ്. ആ വെല്ലുവിളിയുടെ ആന്തരാർത്ഥം വ്യക്തമാക്കുന്ന ഒന്നാണ് കഴിഞ്ഞ ദിവസം NIA കോടതിയുടെ ഉത്തരവിൽ കൂടി പുറത്തു. NIA കോടതിയുടെ മുമ്പിൽ സമർപ്പിച്ച രേഖകളനുസരിച്ച് പോപ്പുലർ ഫ്രണ്ടുകാർ എന്ന് പറഞ്ഞ സമാധാന ദൂതന്മാർ കേരളത്തിൽ അവർക്ക് കൊലപ്പെടുത്തേണ്ടതായിട്ടുള്ള വർഗ്ഗശത്രുക്കളുടെ ഒരു ചെറിയ ലിസ്റ്റ്, അതിൽ വെറും 950 പേരുടെ പേര് ഉണ്ടായിരുന്നു. ആ ലിസ്റ്റ് സമയാസമയങ്ങളിൽ പരിഷ്കരിക്കാൻ, കൂടുതൽ പേരുകൾ കൂട്ടിച്ചേർക്കാനും ഒക്കെ ഉള്ള അവകാശം ആ സംഘടന നിലനിർത്തിയിരുന്നു. പക്ഷേ അപ്പോഴത്തേക്ക് ഈ കണ്ണി ചോരയില്ലാത്ത കേന്ദ്ര സർക്കാർ ഇവരുടെ സംഘടനയെ നിരോധിക്കുകയും അതിൻ്റെ നേതാക്കന്മാരെയൊക്കെ സംഘടന നിരോധിക്കുന്നതിന് മുമ്പ് തന്നെ തൂക്കിയെടുത്ത് ജയിലിൽ കൊടുന്നാക്കുകയും ചെയ്തു. ഇത് പറയുമ്പോഴാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പത്തനംതിട്ട MP ആന്റോ ആന്റണി, ഒരു പുണ്യപുരുഷനാണ് അദ്ദേഹം, ഈ SDPIയുടെ സ്ഥാപക ദിനത്തിൽ SDPIക്കാരിൽ നിന്ന് ലഡു സ്വീകരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ കൈരളി ചാനലും ഏഷ്യാനെറ്റ് പോലുള്ള ബൂർഷ്വ ചാനലുകളും ഒക്കെ വന്നു. അദ്ദേഹം പറയുന്നത് SDPIക്കാരെല്ലാം ആര് ലഡു കൊണ്ടുവന്നാലും ഞാൻ കഴിക്കും, എനിക്ക് പ്രമേഹ രോഗമൊന്നുമില്ല, SDPIക്കാർ കൊണ്ടുവന്നാലും കഴിക്കും, ഇനി പാകിസ്ഥാൻകാർ കൊണ്ടുവന്നാലും ഞാൻ കഴിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് പറയുമ്പോൾ CPMകാർക്ക് എതിർക്കാൻ പറ്റും. പത്തനംതിട്ടയിലുള്ള മുനിസിപ്പൽ ചെയർമാൻ SDPIയുടെ പിന്തുണയോടെയാണ് ഭരിക്കുന്നത്. സഖാവ് സജി ചെറിയാൻ ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ച് SDPIയുടെ വോട്ട് മേടിച്ചിട്ട്, രാഹുൽ മാങ്കൂട്ടത്തിൽ യുവ തുർക്കിയാണല്ലോ, ഊതാന്തിൻ്റെ റോള് വരെ അഭിനയിക്കാൻ കഴിവുള്ളതാണ്. അദ്ദേഹം പാലക്കാട്ട് ജയിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വിജയഘോഷയാത്ര തുടങ്ങുന്നതിന് മുമ്പ് SDPIക്കാർ പാലക്കാട്ട് പ്രകടനം നടത്തി. ആലപ്പുഴയിൽ പ്രകടനം നടത്താനായിട്ട് എത്രയോ കാലമായിട്ട് VS ഭരിക്കുന്ന കാലം മുതൽ തന്നെ SDPIക്കാർക്ക് പ്രകടനത്തിന് അനുവാദം നൽകിയിരുന്നില്ല. ആലപ്പുഴയിൽ എന്തുകൊണ്ടാണ് ഇതുപോലെ ഈ കുന്തിരിക്കം വാങ്ങിച്ച് എന്ന മുദ്രാവാക്യം പിടിച്ച് പ്രകടനം നടത്താൻ അനുവാദം കിട്ടിയത്? അതിൻ്റെ കാരണം വളരെ വ്യക്തമാണ്. കാരണം തൃക്കാക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് തൃക്കാക്കരയിലുള്ള പോപ്പുലർ ഫ്രണ്ടുകാരുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആലപ്പുഴയിൽ പ്രകടനം നടത്താനായിട്ട് അനുവാദം കൊടുത്തത്. ഇരട്ട കൊലപാതകം കഴിഞ്ഞ് ദിവസങ്ങൾ പോലും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളാണ് ഇതുപോലെയുള്ള വിധ്വംസക ശക്തികളെ പാലൂട്ടി വളർത്തുന്നത്. ഇപ്പോൾ ഹിറ്റ് ലിസ്റ്റിൽ ഉള്ള ആളുകളല്ല ഇനിയും ഹിറ്റ് ലിസ്റ്റ് പരിഷ്കരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആരുടെയൊക്കെ പേര് അതിൻ്റെ അത് ഉൾപ്പെടും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.